സിനിമാ സമരവുമായി മുന്നോട്ടു പോകാൻ ഫിലിം ചേംബർ തീരുമാനം. സർക്കാരുമായി തിങ്കളാഴ്ച ചർച്ച നടത്തും. സൂചനാ പണിമുടക്കിൽ നിന്ന് തൽക്കാലം പിന്മാറുന്നുവെന്നും ഫിലിം ചേംബർ ഭാരവാഹികൾ അറിയിച്ചു. ചർച്ച 10-ാം തീയതിക്ക് ശേഷം ഒരു ചർച്ച സിനിമാ മന്ത്രി നമ്മളെ എല്ലാ അഫിലിയേഴ്സിനും വിളിച്ചുകൊണ്ട് ഒരു അഫിലിയേഴ്സ് എന്ന് പറഞ്ഞാൽ ചേംബറിൽ ബന്ധപ്പെട്ട പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞ സംഘടനകളെ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വെക്കാമെന്ന് 10-ാം തീയതിക്ക് ശേഷം ഒരു മീറ്റിംഗ് വെക്കാമെന്നും അതിൽ നിന്ന് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പല പ്രാവശ്യം കൊടുത്തുള്ള നിവേദനങ്ങളാണ്. അദ്ദേഹം അതിന് ഒരു മീറ്റിങ്ങിൽ കൂടി പരിഹാരം കണ്ടെത്താമെന്നുള്ള ഒരു സന്ദേശം നമുക്ക് തന്നിട്ടുണ്ട്. ആ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നമ്മൾ സൂചനാ പണിമുടക്ക് എന്നുള്ളത് സാംസ്കാരിക സിനിമാ മന്ത്രി വിളിച്ച മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ സിനിമാ മിനിസ്റ്റർ മാത്രമായിരിക്കില്ല, ഒന്നുകിൽ അതിനുശേഷമായിരിക്കും മറ്റു വകുപ്പുകൾ, സിനിമാ മന്ത്രി എന്നുള്ള നിലയ്ക്ക് മറ്റു വകുപ്പുകളെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു സിനിമാ വ്യവസായത്തിന് ഗുണകരമായിട്ടുള്ള ഒരു മീറ്റിംഗ് വയ്ക്കും. ആ മീറ്റിങ്ങിനോട് ശേഷം നമ്മൾ ഒരു ഡേറ്റ് മാത്രമേ അനൗൺസ് ചെയ്യുള്ളൂ. അതിനുശേഷം നമുക്ക് അനുഭവാത്മകമായിട്ടുള്ളൊരു തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേംബറിൻ്റെ നേതൃത്വത്തിൽ ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളുടെ നിലനിൽപ്പാണ് ഇതിന് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അർച്ചന കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അർച്ചന, ഈ സൂചനാ പണിമുടക്ക് ആഹ്വാനം ചെയ്ത സമയത്ത് തന്നെ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. സിനിമാ നിർമ്മാതാക്കളുടെ, സിനിമാ താരങ്ങളുടെ പ്രതിഫലം അടക്കമുള്ള ചില വിഷയങ്ങളുണ്ട്. സിനിമാ മേഖലയെ, മലയാള സിനിമാ മേഖലയെ ദോഷകരമായി ബാധിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ. ഇപ്പോൾ ഫിലിം ചേംബർ സമരവുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യം സർക്കാരിൻ്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമാണ്, സാംസ്കാരിക മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് അവർ അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? സിജു, പ്രധാനമായും ഈ മാസം 10-ാം തീയതിക്ക് ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇവർ യോഗം ചേരാൻ പോവുകയാണ്. അതിനുശേഷമായിരിക്കും ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക എന്നതാണ് പറഞ്ഞത്. അതായത് ഈ ചർച്ച അനുകൂലമാണെങ്കിൽ ഈ സൂചനാ പണിമുടക്ക് നടത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. അതേസമയം ചർച്ച അനുകൂലമല്ലെങ്കിൽ ഈ പണിമുടക്കുമായി മുന്നോട്ട് പോകുമെന്നും അതിനുശേഷം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ജൂൺ 1 മുതൽ, അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട സമരം എന്ന് പറയുന്നത്, ജൂൺ 1 മുതൽ സിനിമാ മേഖലയെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ സമരം നടത്തുമെന്ന് നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു. അത് വിവിധ സംഘടനകൾ സംയുക്തമായി എടുത്ത തീരുമാനമാണ്. ഇതിൽ നിന്നും അമ്മ സംഘടന നേരത്തെ തന്നെ മാറി നിന്നിരുന്നു. എന്നാൽ ആ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. പ്രധാനമായും സൂചനാ സമരമായിരുന്നു ആദ്യം നടത്തുക. അതാണ് ഇപ്പോൾ താൽക്കാലികമായി ആ സമരത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലാണ്. നേരത്തെ മന്ത്രി സജി ചെറിയാൻ ഇവരുമായി സംസാരിച്ചിരുന്നു, ഫിലിം ചേംബറുമായി സംസാരിച്ചിരുന്നു. ഇത്തരത്തിൽ സമരത്തിൽ നിന്നും പിന്മാറണമെന്നും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും അറിയിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ സൂചനാ പണിമുടക്കിൽ നിന്നും മുന്നോട്ട് പോകാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള സമരവുമായി മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഈ യോഗത്തിന് ശേഷമായിരിക്കും, അതായത് സംസ്ഥാന സർക്കാരുമായി ചേർന്ന ചർച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ സൂചനാ പണിമുടക്ക്, അതായത് ഈ മാസം 25-നാണ് സൂചനാ പണിമുടക്ക് നടത്താനിരുന്നത്, അതിൽ നിന്നും താൽക്കാലികമായി പിന്മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഫിലിം ചേംബർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ചർച്ചയ്ക്ക് ശേഷം മറ്റു കാര്യങ്ങൾ, അതായത് ഈ സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിൽ ചർച്ചയുണ്ടാകും. എന്തായാലും നിലവിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, അതായത് പ്രധാനമായും ഇന്നത്തെ ചർച്ചയുടെ അജണ്ട എന്ന് പറയുന്നത് ഈ സിനിമാ സമരമാണ്. അതിൽ കൃത്യമായി ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച ശേഷം, ചർച്ച ചെയ്ത ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് ഇന്ന് ഫിലിം ചേംബർ അറിയിച്ചിരിക്കുന്നത്. ശരി.